நீங்க தானே மிஸ்டர் மோகன்? അതെ. கொஞ்சம் கீழே இறங்குறீங்களா? എന്താ സാർ, എന്താ പ്രശ്നം? பிரச்சனை ஒன்றும் கிடையாது. நாங்க கார் ஃபைனான்ஸ்ல இருந்து வரோம். 3 மாசமா டியூ கட்டல. காரை நாங்க சீஸ் பண்றோம். நீங்க எதுவா இருந்தாலும் ஆபீஸ்ல பேசுங்க. സാർ പ്ലീസ്. நோ மோர் எக்ஸ்கியூஸ். டிரைவர் கார் எடுங்க. நீ வண்டியில ஏறு. டிரைவர் கார் எடுங்க. ഓട്ടോ. എന്താ ചേട്ടാ ഓട്ടോയ്ക്ക് വന്ന കാർ എവിടെ? കാറ് അതൊക്കെ ഞാൻ പറയാം, വാ. എന്താ ചേട്ടാ മറുപടി പറ. കാർ എവിടെ? അതൊക്കെ ഞാൻ പറയാം. പറ ചേട്ടാ. ഹലോ. പ്ലീസ് സാർ, 2 ദിവസം വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ തരാം, പ്ലീസ്. ഹലോ, അടച്ചേക്കാം അടച്ചേക്കാം. ആരാ ചേട്ടാ ഫോണില്? സെൽഫോണിന്റെ ഡ്യൂ അടയ്ക്കാൻ പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ച് വന്ന ഞാൻ എന്താ ചെയ്യാം? ഹലോ, லட்சுமி பைராஜ் வந்து பேசுறேங்க. ശരി. பணம் தரணும்னு அபிப்பிராயமே இல்லையா? நான் வந்துட்டே இருக்கேன். വേണ്ട സാർ, ഞങ്ങൾ അങ്ങോട്ട് വന്ന് തരാം, പ്ലീസ്. மோகன், மோகன், இங்கதான் இருக்கிறியா? இந்த சேர்த்து கொடுத்த பணத்துக்கு 3 மாசமா இன்ட்ரெஸ்ட் வரல. இப்ப பணத்தை கொடுங்க, இல்ல வீட்டை காலி பண்ணுங்க. സർജി, നിങ്ങളുടെ പണം ബിസിനസ് ചെയ്യാനായി റോസിയുടെ കൈ കൊടുത്തു. അവളെ ഞങ്ങൾ പറ്റിച്ചു. உங்க ப்ராப்ளம் உங்களுக்கு, என் பணம் எனக்கு. உங்க வீட்டு பத்திரம் என்கிட்ட தான் இருக்கு, மறந்துடாதீங்க. കുറച്ചുകൂടി ക്ഷമിക്കൂ സർജി, പണം ഞങ്ങൾ തരാം. உங்ககிட்ட பேசி பிரயோஜனம் இல்ல. உங்க புருஷனுக்கு வேலை போச்சு. இனி எப்படி பணத்தை கட்டுவீங்க? சரி, இனி 2 நாள் டைம் தர்றேன். அதுக்குள்ள பணத்தை கட்டிடுங்க. இல்ல வீட்டுல இருக்கிற சாமானத்தை எல்லாம் வெளியில போட்டு வேற ஆளா பாக்குற இந்த சேட்டு தெரியுதா? நான் வர்றேன். എന്താ ചേട്ടാ ഇതിനൊരു മാർഗം? ഈ വേദനയിൽ നിന്നും എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അതിനെന്താണ് ഒരു പോംവഴി? മണിക്കുട്ടി, കൊച്ചുമണിക്കുട്ടി, എന്താ? നീ ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൊച്ചുനാളിലെ ഞാനൊരു ഫാമിലി പ്ലാനിങ് ഓപ്പറേഷൻ ചെയ്തു. അതുകൊണ്ടാ ഇതുവരെ നമുക്കൊരു കുഞ്ഞ് ജനിക്കാത്തത്. ഇപ്പൊ വീണ്ടും പോയി ഒരു ഓപ്പറേഷൻ നടത്തി എല്ലാം ശരിയാക്കി. എണ്ണി 300ാമത്തെ ദിവസം എന്റെ മോളുടെ കയ്യില് എന്റെ മോൻ കളിക്കും. ഇനിയുണ്ടല്ലോ എന്റെ കണ്ണ് ഒറിജിനലായിട്ട് ചുവക്കുന്നത് വരെ നമുക്ക് ചേട്ടാ എന്താ ആലോചിക്കുന്നേ? സുധാം സേട്ട് നമുക്ക് തന്ന 2 ദിവസത്തെ അവധി ഇന്നത്തോടു കൂടി അവസാനിച്ചു. നാളെ നേരം വെളുത്ത സേട്ടുവിന് വീട് ഒഴിഞ്ഞു കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോകും? അറിയില്ല ചേട്ടാ. പണം സമ്പാദിച്ച് ആർഭാടം കാണിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അബദ്ധമാണെന്ന് ഇപ്പൊ തോന്നുന്നു. ഇനിയിപ്പോ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഓരോ പ്രാവശ്യവും കവിത നമ്മളെ അഡ്വൈസ് ചെയ്യുമ്പോ നമ്മൾ അവളെ പുച്ഛിച്ചു, പരിഹസിച്ചു. അതിന്റെയൊക്കെ ഫലം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നു. ശരിയാ, നമ്മൾ ചെയ്ത് തെറ്റ് തന്നെ. ഹലോ, മോഹൻ തന്നെയാ. സുധാം ചേട്ടോ, നാളെ രാവിലെ 10 മണിക്ക് സേട്ട് വീട്ടിൽ വന്നാൽ മതി. പണം റെഡി ആയിട്ടുണ്ട്, നോ പ്രോബ്ലം. ഓക്കെ? എന്താ ചേട്ടാ, നാളെ രാവിലെ എവിടുന്ന് പണം കിട്ടും? അറിയില്ല മോനെ. ഹലോ, മോഹൻ തന്നെ. ഫൈനാൻസറാണോ?
നാളെ രാവിലെ 10 മണിക്ക് വീട്ടിൽ വന്നാ മതി. 30,000 രൂപയും പലിശയും റെഡി ആയിരിക്കും. ഉറപ്പാ. ചേട്ടാ, എന്താ ഇത്? എങ്ങനെ അവർക്ക് പണം കൊടുക്കും? കൊടുക്കും മോളെ. ഈ വീടും സാധനങ്ങളും അവരെടുത്തോട്ടെ. നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കുക. ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. കവിത വരുന്നതിന് മുമ്പ് നമുക്ക് മരിക്കാം. ചേട്ടാ, വേണ്ട. ഞാൻ ആദ്യം വേണ്ട കുടിക്കാൻ വേണ്ട വേണ്ട മോളെ. തരൂ. ഹലോ, അതെ, നിങ്ങൾ ആരാ? ഞാൻ മലർ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് ലീലാമ്മയാ. എന്താ കാര്യം?